പ്രായപൂർത്തിയായ ബുദ്ധിയും ബോധവുമുള്ള ഏതൊരാൾക്കും സ്വന്തം കാര്യങ്ങൾ എങ്ങനെ വേണം എന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതേപോലെ പ്രസവിക്കുന്നത് ഹോസ്പിറ്റലിൽ വേണോ, വീട്ടിൽ വേണോ, അത് റോട്ടിൽ കിടന്ന് വേണോ എന്നൊക്കെ തീരുമാനിക്കും. ഈ നടന്ന സംഭവത്തിൽ ആ പുള്ളിക്കാരിനെ ഫോഴ്സ്ഫുള്ളി ആരും നിർബന്ധിച്ച് വീട്ടിൽ പ്രസവിപ്പിച്ചതല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആർക്കും ഇതിൽ ഒന്നും പറയാൻ അധികാരവും ഇല്ല, അവകാശവും ഇല്ല. ഈവൻ ഇപ്പൊ ആരെങ്കിലും അത് നിർബന്ധിച്ച് അവരെക്കൊണ്ട് ചെയ്യിച്ചതായിരുന്നെങ്കിൽ ശരിയാണ്. പിന്നെ ഇവിടെയുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കൾട്ട് പോലെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇങ്ങനെ ഇതാണ് നല്ലത് എന്ന രീതിയിൽ കൺവിൻസ് ചെയ്ത ആൾക്കാരെ മണ്ടന്മാരാക്കുന്നുണ്ട്. നമുക്ക് എന്ത് വേണം, എങ്ങനെ വേണം എന്ന് ചിന്തിച്ച് ബോധപൂർവം കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഏതെങ്കിലും മണ്ടന്മാരെന്തെങ്കിലും ഒക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിന് ഇവിടെ പ്രതികരിക്കേണ്ടത് ആർക്കെതിരെയാണ്? ഇമാതിരി ചെറ്റത്തരങ്ങളും തെണ്ടിത്തരങ്ങളും പറഞ്ഞ് പഠിപ്പിച്ച് ആളുകളെ മണ്ടന്മാരാക്കുന്ന ജാതിയുടെയോ മതത്തിന്റെയോ എന്തിന്റെ പേരിലാണെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ച് മണ്ടന്മാരാക്കുന്ന സമൂഹത്തിനെതിരെ, അല്ലെങ്കിൽ ഈ പറയണ കൾട്ടിനെതിരെ, ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ആളുകൾക്കെതിരെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. അല്ലാതെ ആ ഒരു പുള്ളിക്കാരി ഷീസ് ആക്ച്വലി ഒരു എന്താ പറയാ വിവരദോഷിയായി പോയി എന്നേ പറയാൻ പറ്റുള്ളൂ. മരിച്ച ആളെ കുറിച്ച് മോശം പറയാൻ പാടില്ല എന്നാണ്. ബട്ട്